ഹലോ ഗൈസ്, നമുക്കിന്ന് അവിയൽ ഉണ്ടാക്കിയാലോ? അവിയലിന് ആവശ്യമായ കഷ്ണങ്ങളൊക്കെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. വീട്ടിലുള്ളതൊക്കെ അങ്ങ് എടുത്തോന്നേ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, കയപ്പക്ക, പച്ചക്കായ, ബീൻസ്, കോവയ്ക്ക. മെയിനായിട്ടുള്ള മുരിങ്ങാക്കായ ഇല്ല കേട്ടോ, അതിന് ഇപ്പോഴും കിട്ടാനില്ല. അടുപ്പിൽ നിന്നാണ് ആക്കുന്നത്. ആദ്യം വേവുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ പച്ചക്കായ, കയപ്പയ്ക്ക, ക്യാരറ്റ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കോവയ്ക്കയും ബീൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് തേങ്ങയും 3 പച്ചമുളകും മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അധികം അരയ്ക്കണ്ട. ഈ അരപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 12ഓളം വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ ചതക്കുന്നതിനെക്കാട്ടി നല്ലത് ചെറിയ ആട്ടുകല്ല് ഉണ്ടാവില്ല, അതിലൊന്ന് ചതച്ചെടുക്കുന്നതാണ്. 3 ചെറിയുള്ളി കൂടി ഇതിലേക്കൊന്ന് ചതച്ചിടാം. കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത്തിരി ലൂസിൽ തന്നെ എടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.